ഹായ്, ഞാൻ ഡോക്ടർ അമിത. ഇത് ഡോക്ടർ പ്രിയദർശിനി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3-ാം മാസത്തിലെ സ്കാനിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെ ജനിതകായ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് എങ്ങനെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ നമ്മൾ NT സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരോടും ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യാൻ പറയും അല്ലേ? അപ്പോൾ ഈ എന്താണ് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നും എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് ചെയ്യണമെന്നും കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കാം. നമ്മുടെ സമൂഹത്തിൽ സാധാരണയായി കാണുന്ന 3 ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്ന് ഡൗൺ സിൻഡ്രോം എന്ന് പറയും. രണ്ടാമത്തത് ട്രൈസോമി 13, ട്രൈസോമി 18. ഇതിൽ തന്നെ ഡൗൺ സിൻഡ്രോമിന്റെ ഇൻസിഡൻസ് നമ്മളെ സൊസൈറ്റിയിൽ വളരെ കൂടുതലാണ്. 800 കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പം അതിലൊരു കുട്ടിക്കെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടാവും എന്നാണ് പറയണത്. ഇതിന്റെ ഹോൾമാർക്ക് എന്താന്ന് വെച്ചാൽ മെന്റൽ റിട്ടാർഡേഷൻ ആണ്, ബുദ്ധിമന്ദത. പിന്നെ ഉയരം കുറഞ്ഞ ചൈനീസ് കണ്ണുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇത്. അപ്പം ഇത്രയും കൂടുതൽ ഇൻസിഡൻസ് ഉള്ള ഒരു അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ തന്നെ അങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ എങ്ങനെ വളർത്തണം, അതിനെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി ഒരുങ്ങുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഈ 2 ഓപ്ഷനും നമുക്ക് പേരൻസിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് മാഡം പറഞ്ഞ പോലെ NT സ്കാനിങ്ങിന്റെ ഒപ്പമാണ് നമ്മൾ ചെയ്യുക. ഇതിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ഹോർമോണും പിന്നെ നമ്മൾ ആ NT വാല്യൂവും കൂടെ ചേർന്നിട്ടാണ് ഈ ടെസ്റ്റില് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ അമിത പറഞ്ഞല്ലോ 90% ആൾക്കാർക്കാണ് നമുക്ക് ഈ സ്ക്രീനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റണം ഡൗൺ സിൻഡ്രോം. ഇതിനെക്കാട്ടിലും സെൻസിറ്റീവായ ടെസ്റ്റ് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ചാൻസസ് കണ്ടുപിടിക്കാനുള്ള വല്ല ടെസ്റ്റുകളുണ്ട്? അതുണ്ട്. അതാണ് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുക, ഓർ NIPT. അതില് അമ്മയുടെ ശരീരത്തിൽ ഏകദേശം 9 ആഴ്ച മുതൽക്ക് തന്നെ കുഞ്ഞിന്റെ ബ്ലഡ് സെൽസ് ഉണ്ടാവും. അത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഡൗൺ സിൻഡ്രോം മാത്രമേ അതിന് അക്യുറേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 99.98% എന്നാണ് അവർ അതിന്റെ സെൻസിറ്റിവിറ്റി പറയുന്നത്. അതായത് NIPT നെഗറ്റീവായി വന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഇല്ലാന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഈ ടെസ്റ്റിലൂടെ നമുക്ക് എല്ലാ ഡൗൺ സിൻഡ്രോം ബേബീസിനെയും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇല്ല മാഡം. ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ക്യൂർ ഇല്ലാത്ത, അതിനൊരു ട്രീറ്റ്മെന്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ക്യൂർ ഇല്ലാത്ത അസുഖമാണ്. പിന്നെ ഈ കമ്പൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡബിൾ മാർക്കർ പ്ലസ് NT എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതായത് ഇപ്പൊ നമ്മൾ കൈ തൊട്ട് നോക്കി പനി ഉണ്ടോ എന്ന് പറയാ, കണ്ണ് നോക്കി ഹിമോഗ്ലോബിൻ ഉണ്ടോ എന്ന് പറയാ, അതൊക്കെ പോലെ തന്നെയാണ്. അപ്പം ഇതില് നമുക്ക് എത്രമാത്രം ഈ ഡൗൺ സിൻഡ്രോം നമ്മുടെ കുഞ്ഞിന് എത്രമാത്രം ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത മാത്രം കണ്ടുപിടിക്കുന്നത്. അത് ആ പേഷ്യന്റിന്റെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ശതമാനം പേർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പറ്റുന്നു മാത്രം നോക്കണത്. ഡൗൺ സിൻഡ്രോം ഇപ്പൊ 100 കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് വെച്ചിട്ട് അതിലൊരു 85 മുതൽ 90 കുട്ടികളെ മാത്രമേ ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബാക്കി 10 കുട്ടികൾ മിസ്സാവുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ഈ ടെസ്റ്റിൽ എങ്ങനെ ഇതിന്റെ റിസൾട്ട്സ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? അതായത് നമ്മുടെ ട്രാഫിക് സിഗ്നലിലെ ലൈറ്റിൽ പോലെ 3 തരം റിസൾട്ട് ആണ്. ഒന്ന് ഗ്രീൻ, അതായത് നമ്മുടെ റിസ്ക് ലോ. ആ റിസ്ക് 1000-ന് മീതെ വന്ന, അതായത് 2000-ൽ ഒരാൾക്ക്, അല്ലെങ്കിൽ 10,000-ൽ ഒരാൾക്ക്, 20,000-ൽ ഒരാൾക്ക് എന്നൊക്കെ വന്നാൽ ലോ റിസ്ക് ആണ്. പിന്നെ നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ് ഒന്നും പറയില്ല. പിന്നെ രണ്ടാമത്തേത് 250-നും 1000-നും ഇടയിൽ റിസ്ക് വരുമ്പോൾ, അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഫർദർ ടെസ്റ്റിംഗ് നമുക്ക് പറയാം. പിന്നെ ഹൈ റിസ്ക് 250 താഴെ അങ്ങനെയുള്ളവർക്ക് എന്തായാലും 100% അറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഉണ്ട്. അത് ചെയ്യണം. അത് ചെയ്യാണ് നല്ലത്. പേഷ്യന്റിനോട് അതിനെപ്പറ്റി മുഴുവൻ പറഞ്ഞ് അവർക്ക് അത് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അത് ചെയ്യാതെ തന്നെ വേണം. അപ്പോൾ ഒരാള് ഈ നമ്മുടെ ടെസ്റ്റ് പറയുമ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പൊ ഈ ടെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പം അപ്പൊ ഒരാൾ അല്ലെങ്കിൽ ഈ ഒരു പേഷ്യന്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണ സമയത്ത് അവർക്ക് എന്താ ഇതിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യം? ഡബിൾ മാർക്കർ ടെസ്റ്റ് അല്ലേ മാഡം? എന്ന് വെച്ചാല് ഒന്നാമത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല.
ഇതില് റിസൾട്ട് മീൻസ് റിസൾട്ട് സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞത് കൊണ്ട് കുട്ടിക്ക് അസുഖം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സാധ്യത കുറവാണെന്ന് പറഞ്ഞാൽ 100% കുട്ടിക്ക് അസുഖം ഇല്ല എന്നല്ല. പിന്നെ ട്രൈസോമി 21 അല്ലാണ്ട് വേറെ അനേകം അസുഖങ്ങൾ കുഞ്ഞിന് വരാം. അതൊന്നും നമുക്ക് ആ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിലൊരു ഹൈ റിസ്ക് വന്നാൽ നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റ് കൂടി ചെയ്യാൻ റെഡി ആയിരിക്കണം അല്ലേ? അപ്പൊ അത് നെക്സ്റ്റ് ടെസ്റ്റ് പറയുന്നത് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആണല്ലോ ഉദ്ദേശിച്ചത്. എന്താണ് ഈ കൺഫർമേറ്ററി ടെസ്റ്റ്? അത് ആംനിയോസെന്റസിസ് എന്നാണ് പറയാ. അതൊരു ഓഫീസ് പ്രൊസീജിയർ ആണ്. എല്ലാവരും ഇപ്പൊ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ അൾട്രാസൗണ്ട് വഴി ഒരു ചെറിയ നീഡിലിട്ട് യൂട്രസിന്റെ ഉള്ളിൽ നിന്ന് കുട്ടി കിടക്കുന്ന ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ടെസ്റ്റിങ്ങിന് അയക്കും. അതിൽ കുട്ടീന്റെ സെല്ലുകൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് 100% പറയാൻ പറ്റും കുട്ടിക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. പ്ലസ് അതിനൊപ്പം നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ജനറ്റിക് അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ഇത് നോക്കിയിട്ട്. ഈ ടെസ്റ്റ് സാധാരണയായിട്ട് 4 മാസം കഴിഞ്ഞാലാണ് ചെയ്യാറ്. കാരണം അപ്പോഴേ ഈ ഫ്ലൂയിഡില് കുട്ടിയുടെ സെൽസുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സപ്പോസ് ഒരാള് നമ്മൾ പറഞ്ഞ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എപ്പോഴൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പം സപ്പോസ് ഡബിൾ മാർക്കറിന്റെ ടൈം അത് 11 മുതൽ 14 ആഴ്ച വരെയാണ്. ആ വിൻഡോ കഴിഞ്ഞു അവര് വരുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്കാൻ നോക്കിയിട്ട് വേറൊരു ടെസ്റ്റ് ഉണ്ട്, ക്വാഡ്രപ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതും ഈ 3 അസുഖങ്ങളെ തന്നെയാണ് സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ അതിന് ഈ അസുഖങ്ങളെ കണ്ടുപിടിക്കാനുള്ള ശേഷി ഡബിൾ മാർക്കറിനേക്കാളും കുറച്ചും കൂടെ കുറവാണ്. ഏകദേശം ഒരു 75% ഉള്ളൂ. അപ്പൊ ആ ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അപ്പം ഈ ജനറ്റിക് ഈ ഡൗൺ സിൻഡ്രോം മാതിരിയുള്ള പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ ഈ അന്യൂപ്ലോയിഡി സ്ക്രീനിങ് അല്ലെങ്കിൽ ഡബിൾ മാർക്കർ ടെസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇതൊന്നും അല്ലാണ്ട് വല്ല ടെസ്റ്റുകൾ നമുക്ക് അമ്നിയോസിന്തസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും? തീർച്ചയായും. കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാൾക്ക് ക്ലോസ് റിലേറ്റീവിന് അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിന് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്നിരിക്കട്ടെ, ആ കുട്ടിക്ക് എന്താണ് അബ്നോർമാലിറ്റി എന്ന് ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് ഇനി ഈ പ്രഗ്നൻസിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ആംനിയോസെന്റസിസ് വഴി 100% കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അൾട്രാസൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുക, അതായത് NT കൂടുതലായിട്ട് തോന്നുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ നമുക്ക് ആംനിയോസെന്റസിസിലൂടെ നമ്മൾ ഏത് അസുഖം സസ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പലതരം ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ജനറ്റിക് പ്രശ്നവും ഓട്ടിസം മാതിരിയുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഈ ടെസ്റ്റിംഗ് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഡൗൺ സിൻഡ്രോം മാതിരിയുള്ള വളരെ കോമൺ ആയ ഒരു കണ്ടീഷൻ, പ്രത്യേകിച്ച് ഒരു മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാം.